RSSന്റെയും അതിൻ്റെ അനുബന്ധ സംഘടനകളുടെയും BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും നേതാക്കന്മാർ അടങ്ങുന്ന ഒരു സമന്വയ ബൈഠക്ക് ഈ മാസം പാലക്കാട് നടക്കാനിരിക്കുകയാണ്. 3 വർഷത്തിലൊരിക്കൽ മാത്രം ചേരുന്ന RSSന്റെ ഒരു ബൈഠക്കാണ്. ഇതിലാണ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അത്തരം ഒരു ബൈഠക്കിന് മുന്നോടിയായിട്ട് BJPയും RSSും തമ്മിലുള്ള ചില വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ ആയിരുന്നു മീറ്റിംഗ്. രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ വെച്ച് അമിത്ഷാ, JP നദ്ദ എന്നിവർക്കൊപ്പം തന്നെ RSSന്റെ മുതിർന്ന പ്രചാരകൻ ദത്താത്ര ഹൊസബാള, ഒപ്പം തന്നെ ജോയിന്റ് ജനറൽ സെക്രട്ടറി അരുൺകുമാർ എന്നിവരുമാണ് ചർച്ചയിൽ പങ്കെടുത്ത് പ്രധാനമായും RSS മുൻപോട്ട് വെച്ചതും ചർച്ച ചെയ്യപ്പെട്ട വിഷയവും ബംഗ്ലാദേശിൽ കൊലയ്ക്കിരയാകുന്ന അല്ലെങ്കിൽ പീഡനത്തിനിരയാവുന്ന ഹിന്ദുക്കളുടെ ഭാവി എന്തേ എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഒരുപക്ഷേ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യൻസ്, ബുദ്ധ മത വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം നൽകുന്നതുമായിട്ടാകാം, ഇല്ലെങ്കിൽ ഇന്ത്യ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്നതിനെക്കുറിച്ച് ആകാം. ഏതായാലും അത്തരം ഒരു വിഷയമാണ് ചർച്ച ചെയ്തതെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ BJPയുടെ അടുത്ത പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു എന്ന് ഉള്ള വാർത്തകളും പുറത്തു വരുന്നു. RSSും BJPയുമായി സംയുക്തമായി ചേർന്നായിരിക്കും ആരാണ് അടുത്ത BJPയുടെ അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ എന്ന് തീരുമാനിക്കുക. ഏതായാലും അതിനുള്ള ചർച്ചകളും നടന്നിരിക്കുന്നു. പല പേരുകളും ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. അടുത്ത പ്രസിഡന്റ് ആകാനുള്ള സാധ്യതകൾ അത് ഫട്നാവിസിൻ്റെ പേരുണ്ട്, അനുരാഗ് താക്കൂറിൻ്റെ പേരുണ്ട്, അങ്ങനെ അനവധി പേരുടെ പേരുകൾ മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഇല്ല. സാധാരണഗതിയിൽ BJPയുടെ ഒരു രീതി അനുസരിച്ച് അവസാന നിമിഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക. ഏതായാലും RSSും BJPയുമായിട്ടുള്ള ഈ UPയിലടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. പ്രധാനമായി 2 വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്തത്. ഒന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഭാവി, രണ്ടാമത്തേത് ഈ BJPയുടെ പുതിയ അധ്യക്ഷൻ ആരെ എന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.